ഹായ് എവരിവൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ ഇവിടെ ടൈഫ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി ആണ് പറയുന്നത്. ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സെമസ്റ്റർ ബ്രേക്കാണ് ടൈഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം എനിക്ക് ഐ ക്യാൻ ടേക്ക് യുവർ ഔട്ട്. സ്റ്റുഡൻസ് ഒന്നുമില്ല, ജസ്റ്റ് ടൈഫിനെ പറ്റി പറയാമെന്ന് വിചാരിച്ചു. ടൈഫ് എന്ന് പറയുന്നത് it stands for Technical and Further Education. ടൈഫ് ഒരു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് സ്കിൽസ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് യൂണിവേഴ്സിറ്റി ആണെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സിറ്റി അല്ല. ഇത് കൂടുതലും ഇപ്പം നഴ്സിംഗ് ഉണ്ട്, ഇതിൽ ഹെയർ ഡ്രസ്സിങ് ഉണ്ട്, അതുപോലെ ബ്യൂട്ടി റിലേറ്റഡ് കോഴ്സുകളുണ്ട്, ചൈൽഡ് കെയർ കോഴ്സുകളുണ്ട്, കാർപ്പൻട്രി ഉണ്ട്, മെക്കാനിക്കൽ റിലേറ്റഡ് വർക്ക്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഡിപ്ലോമ ആൻഡ് ഹയർ സ്റ്റഡീസ് ഉണ്ട്, IT റിലേറ്റഡ് ഉണ്ട്. അങ്ങനെ ഒരു ഹ്യൂജ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് ക്വാളിഫിക്കേഷൻസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതുണ്ടോ, ക്യാമ്പസൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതായത് ഒരു നമ്മുടേതായിട്ടുള്ള കലാലയം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ ഇവിടെ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ക്യാമ്പസൊക്കെ. അപ്പം ഇവിടുത്തെ ക്വീൻസ്ലാൻഡ് സ്റ്റേറ്റ്, അതായത് ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റാണ് ക്വീൻസ്ലാൻഡ്. സ്റ്റേറ്റിൽ മെയിനായിട്ടുള്ള ലീഡിങ് RTO ഒന്നാണിത്, അതായത് രജിസ്റ്റേർഡ് ട്രെയിനിങ് ഓർഗനൈസേഷൻ ഒന്നാണ് ടൈഫ്. ഇതുകൊണ്ട് ഇവിടെ കുറച്ച് അബോറിജിനൽ, അതായത് ഓസ്ട്രേലിയയുടെ നേറ്റീവ് ആൾക്കാരുടെ ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു രസമായിട്ടാണ് ഇതിൻ്റെ ടൈഫിൻ്റെ ഒരു അപ്പിയറൻസ്. അതായത് കുറേ നാളുകൾ കൊണ്ട് ഡെവലപ്പായിട്ട് വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടൈഫ്. അതുകൊണ്ട് 100+ ഇയേഴ്സ് ഉണ്ട് ടൈഫിന് പഴക്കം, 150 or something ഇങ്ങനെ. അപ്പോൾ ഇതിന് ഒത്തിരി ഒരു കൾച്ചറൽ റിലേറ്റഡ് കാര്യങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ ലൈബ്രറി ഉണ്ട്, അതുപോലെ ഇത് D ബ്ലോക്ക്, അതായത് IT ഹെൽത്ത് റിലേറ്റഡ് കോഴ്സൊക്കെ ഇവിടെയാണ്. അതുപോലെ മറ്റ് ബിൽഡിംഗ് ബ്ലോക്കുകളൊക്കെ ബ്യൂട്ടി ആൻഡ് ഹെയർ ഡ്രസ്സിങ് റിലേറ്റഡ് ബ്ലോക്കുകളുണ്ട്. അതുപോലെ ഒത്തിരി ലാബുകളുണ്ട്, മെക്കാനിക്കൽ അല്ലെങ്കിൽ കാർപ്പൻട്രി, ഇലക്ട്രിക്കൽ ലാബുകളൊക്കെ ഉണ്ട്. അപ്പം മെയിനായിട്ട് ഇവിടെ പ്രാക്ടിക്കൽ ബേസ്ഡ് വർക്കുകളാണ് കൂടുതൽ സ്റ്റുഡൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ തിയറി ബേസ്ഡ് ആയിരിക്കും അല്ലേ, എന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ട് നമ്മൾ ഒത്തിരി തിയറി പഠിക്കണം, പ്രാക്ടിക്കൽ ഉണ്ടെങ്കിലും കുറവാണ്. പക്ഷേ ടൈഫ് കോഴ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊത്തിരി ഹാൻഡ്സ് ഓൺ ഓപ്പർച്യൂണിറ്റീസ് സ്റ്റുഡൻസിന് കിട്ടും. അതായത് അവർ ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ അവരൊരു വർക്ക് ചെയ്യാൻ അവർക്ക് കുറച്ചുകൂടെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ അവർ പഠിച്ചത് വെച്ചിട്ട്. അപ്പോൾ അതാണ്. പിന്നെ ഇവിടെ ഒത്തിരി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് ടൈഫിൽ. അതായത് അതുപോലെ തന്നെ ഷോർട്ട് കോഴ്സുകൾ ഒത്തിരി ഉണ്ട്, 1 year പ്ലസ് അല്ലെങ്കിൽ 6 months കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ജോലി കിട്ടാനൊക്കെ ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ യങ് ജനറേഷൻസ് ഒത്തിരി എങ്ങും, അതുപോലെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല ടൈഫിൽ പഠിക്കാൻ. അങ്ങനെ ഇപ്പം ആസ് ലോങ് ആസ് യു ആർ കേപ്പബിൾ ടു ലേൺ. അതുപോലെ അസസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സ് നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ടൈഫിൽ. സ്റ്റുഡൻസിന് ഒത്തിരി സപ്പോർട്ട് സർവീസസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെയാണ് ടൈഫ്. നമ്മുടെ കേരളം മലയാളി അങ്ങനെ ഒത്തിരി സ്റ്റുഡൻസിനെ ഞാൻ കാണാറില്ല ഇവിടെ. കൂടുതലും ഇവിടുത്തെ ഓസ്ട്രേലിയൻ സ്റ്റുഡൻസാണ് കൂടുതൽ, അല്ലെങ്കിൽ മറ്റ് കൾച്ചർ നിന്നുള്ള ചൈനീസ് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഒത്തിരി ഉണ്ട് ഇവിടെ. ഞാൻ ഓർത്തു ബീയിങ് എ ടൈഫ് ടീച്ചർ ഇറ്റ്സ് ഗുഡ് ടു ഷെയർ അബൌട്ട് ടൈഫ്. അപ്പോൾ അതാണ്. അപ്പം ക്യാമ്പസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത് കുറേ ഉണ്ട് ഇവിടെ. ഒരു സ്റ്റുഡൻസിൻ്റെ സിറ്റിംഗ് ഏരിയ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ നടത്താനുള്ള ഏരിയാസ് ഉണ്ട്. ഇവിടെ ഒരു വാക്ക് വേ ഉണ്ട്. ബ്യൂട്ടിഫുൾ ക്യാമ്പസാണിത്. അപ്പോൾ അതാണ് ടൈഫ്. താങ്ക് യു.